239 ക്വാളിറ്റി ലീഡ്സ് ആണ് ജനറേറ്റ് ചെയ്തത്. അതിൽ 36 ഓർഡേഴ്സ് കൺഫേം ആയി, 15 ഓർഡേഴ്സ് പെൻഡിങ് വന്ന്. ഇവർക്ക് 1 വീക്കിന്റെ ക്യാമ്പയിൻ ആണ് റൺ ചെയ്തത്. ക്ലയന്റിനാണെങ്കിൽ കസ്റ്റമറെ കുറെ കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം പുതിയ സെയിൽസ് സ്റ്റാഫിനെ വരെ ഹയർ ചെയ്യേണ്ടി വന്നു. അവരുടെ ബിസിനസ്സിന് വന്ന റിട്ടേൺസും ആകെ മാറി അറിഞ്ഞ്. വീഡിയോന്റെ അവസാനം ഈ റിസൾട്ട്സ് എങ്ങനെയാണ് അവർക്ക് കിട്ടിയതെന്നൊക്കെ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. കുറച്ചാഴ്ചകൾ മുമ്പ് ഒരു ക്യാമ്പയിൻ റൺ ചെയ്തായിരുന്നു ഞങ്ങൾ. ഹിബിസ്കസ് ടീ പൗഡർ സെല് ചെയ്യാനായിരുന്നു. ക്ലയന്റ് ഓൾറെഡി വീഡിയോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. തന്ന വീഡിയോന്റെ ലെങ്ത് ആണെങ്കിൽ 3 to 4 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. മിക്ക ഭാഗങ്ങളിലും ക്ലയന്റിന്റെ ബിസിനസിനെ പറ്റിയും അവരുടെ പേഴ്സണൽ സ്ട്രഗിൾസിനെ പറ്റിയൊക്കെ ആയിരുന്നു. കസ്റ്റമറിനെ പറ്റിയിട്ട് അങ്ങനെ ഒന്നും പറയാനുണ്ടായില്ല. എങ്ങനെയെങ്കിലും 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് ഡ്യൂറേഷനിലേക്ക് ആക്കണം എന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ 10-11 പ്രാവശ്യം ആ വീഡിയോ കണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും കണ്ടപ്പോ കസ്റ്റമറിനെ പറ്റി പറയണ ഒരു സെക്ഷൻ കിട്ടി. ഹാർട്ട് ഇഷ്യൂ, ലിവർ ഇഷ്യൂ, അതായത് കസ്റ്റമറിന്റെ പെയിൻ പോയിന്റിനെ പറ്റി പറയണ ഒരു സെക്ഷനാണ് കിട്ടിയത്. ആ ഒരു ഭാഗം ഞാൻ വീഡിയോ എഡിറ്ററിനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ച് പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്, ആ ഭാഗത്തേക്ക് മാറ്റി. ജസ്റ്റ് കോൺടാക്ട് നൗ എന്ന് പറയുന്നുണ്ട് കോൾ ടു ആക്ഷൻ. അപ്പൊ അതും ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ 1 മിനിറ്റും 10 സെക്കൻഡും എന്നുള്ള രീതിയിലാക്കി വീഡിയോ. അതായത് വീഡിയോ പെയിൻ പോയിന്റിൽ നിന്ന് പ്രോഡക്റ്റ് ആണ് സൊല്യൂഷൻ എന്ന് പറയുന്ന രീതിയിലാക്കി. ഈ ഒരു മെത്തേഡിൽ വീഡിയോസ് വന്നപ്പോഴാണ് ഇവർക്ക് ഇത്ര നല്ല റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ മെറ്റാഡ്സിന്റെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യണത് 30,000 റുപ്പീസിനാണ്. ആഡ് സ്പെൻഡ് സെപ്പറേറ്റ് വരും. അപ്പോ അഫോർഡബിൾ ആയിട്ടുള്ളവര് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി.